ഹലോ ഗൈസ്, അങ്ങനെ ഒരു 5-5.5 മാസങ്ങൾക്ക് ശേഷം മമ്മി സേയിങ് ബൈ ബൈ ടു സണ്ടർലാൻഡ്. സാധാരണ ഞങ്ങളാണ് ഇങ്ങനെ യാത്ര പറഞ്ഞു പോരാറ്, ഇതിപ്പം നേരെ തിരിച്ചായി. എന്നെ മാത്രം ആലോചിച്ചിട്ടാ വന്നെങ്കിലും ഇപ്പൊ ഇസുവിനെ വിട്ടു പോകുന്നേലാ ഇത്രയും സങ്കടം. ഗുഡ് ബൈസ് ആർ ഓൾവേസ് പെയിൻഫുൾ. വലിയ മനസ്സില്ലാ മനസ്സോടുകൂടിയാ മമ്മി നാട്ടിലേക്ക് വന്നത്. കാരണം മമ്മി വരാൻ പ്ലാൻ ചെയ്തതിനു ശേഷം പെട്ടെന്ന് മമ്മിയുടെ അപ്പച്ചനും അമ്മയ്ക്കും സുഖമില്ലാതെയായി. രണ്ടുപേരും ഒരുമിച്ച് ഹോസ്പിറ്റലൈസ്ഡും ആയി. സോ അവരെ വിട്ടിട്ട് ഇങ്ങോട്ട് വരല് മമ്മിക്ക് കുറച്ച് പാടായിരുന്നു. മമ്മി എന്റെ പെർസെപ്ഷനിൽ സ്ട്രോങ്ങും ആണ്, അറ്റ് ദി സെയിം ടൈം സെൻസിറ്റീവും ആണ്. പക്ഷെ ഇത്ര ഇമോഷണലി ഡൗൺ ആയിട്ട് ഞാൻ മമ്മീനെ മുമ്പ് കണ്ടിട്ടില്ല. അപ്പച്ചനെയും അമ്മേനെയും വിട്ടിട്ട് പപ്പേനെ വിട്ടിട്ട് ഇങ്ങോട്ട് വരല് മമ്മിക്ക് കുറച്ച് എന്താ ഞാൻ പറയാ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് നാട്ടിലെ ലൈഫ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. എൻ്റയർലി ഡിഫറെന്റ് ആണ്. നാട്ടിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ എന്താ സുഖം, മോളുടെ അടുത്ത് UK-ല് അടിച്ചുപൊളി ലൈഫ്. പക്ഷെ മമ്മീനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു പറിച്ചു നടല് പോലെയായിരുന്നു. പുതിയൊരു സ്ഥലം, പുതിയ കുറെ രീതികള്. നമ്മൾ 1-2 ദിവസം ഒരു സ്ഥലത്ത് നിൽക്കാൻ പോണ പോലെ അല്ലല്ലോ ഇത്. ഇവിടെ നമുക്ക് തൊട്ടപ്പുറത്തെ വീട്ടിൽ ആരാ താമസിക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണല്ലോ. സോ ഇതൊക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ മമ്മി കുറച്ച് സമയം എടുത്തു. എന്നോട് ചിലർ ചോദിച്ചായിരുന്നു എന്താ പപ്പ വരാതിരുന്നേന്ന്. എനിക്ക് പപ്പയും മമ്മിയും ഒന്നിച്ച് വരണമെന്നായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ മമ്മിക്ക് ഇത്ര ലോൺലിനെസ് തോന്നത്തില്ലായിരുന്നു. പക്ഷെ പപ്പ ഇപ്പോഴും വർക്കിംഗ് ആണ്. അപ്പൊ ഇത്രയും നാളൊരു ലോങ് ലീവ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് പപ്പ വരാതിരുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പപ്പ വരാത്തതിലുള്ള സങ്കടത്തിൽ കരയുന്ന മമ്മിയല്ല, കാതൽ സിനിമ കണ്ടിരുന്ന മോങ്ങടെ മമ്മിയാണ്. ഞങ്ങൾക്ക് വേറെ ഒരു നേരം പോക്കും ഇല്ലാത്തത് കൊണ്ട് ഇസു ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ദിവസം മിനിമം 3 സിനിമയെങ്കിലും വെച്ച് കാണുമായിരുന്നു. മോർണിംഗ് ഷോ, നൂൺ ഷോ, ഈവനിങ് ഷോ. പിന്നെ ജീവിതത്തിൽ ഇന്നേ വരെ ബിഗ് ബോസ് കാണാത്ത മമ്മീനെ ഞാൻ ഇരുത്തി ബിഗ് ബോസ് കാണിച്ച് മമ്മി ഭയങ്കര ബിഗ് ബോസ് ഫാനായി. അതും ഷാനവാസിന്റെ ആരാധികയായി. മമ്മിക്ക് കുർബാന കൂടാൻ പറ്റാത്തോണ്ടാണോ? പള്ളി പാട്ടല്ലേ? ഇടയ്ക്കിടയ്ക്ക് കൊച്ചിന് താളം മുട്ടുമ്പോ ഏതെങ്കിലും ഒരു പാട്ട് എടുക്കുന്നത് ഒന്നും അറിയില്ലേ, ഒരു കോപ്പം അറിയില്ല. എന്താ അലക്സിയ? അലക്സ പ്ലീസ് ഓപ്പൺ ദി താരാട്ട് പാട്ട്. നിന്റെ അലക്സ എന്നാണ് ഈ പറയണേ? മമ്മി എന്താ പറയണേ? താരാട്ട് പാട്ട് പറയാൻ അലക്സ ഒരു പാട്ട് പാടി, അത് പറ്റിയ കൊച്ചുകൂടെ കിടക്കുന്ന പാട്ട് പാടി ഉറക്കി കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്. മമ്മി പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല എന്നാ പറയുന്നത്. ആണോ? അതിന് ഉണ്ണിവാവ പാട്ട് അറിയില്ല. പറഞ്ഞു നോക്കുന്നോടി. അലക്സ പ്ലീസ് മ്യൂസിക്. ഉണ്ണിവാവോ അങ്ങ് കുറച്ച് നടക്കുന്ന പോലെ കാണിക്കേ. കുതിര വരുന്നുണ്ടോ?